നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവരികയാണ്. നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം സഭയ്ക്കകത്ത് ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. സഭയ്ക്കകത്ത് എത്രത്തോളം കലുഷിതമാക്കിയിട്ടുണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. അന്നൊക്കെ തന്നെ സഭയെ ഇളക്കി മറിച്ച് ഉഴുതുമറിച്ച് ശിവൻകുട്ടി, സഭയുടെ മേശപ്പുറത്ത് ദേഹാസ്വാസ്യം വന്ന് കിടക്കുന്ന ശിവൻകുട്ടിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളും കേരളത്തിലെ സമൂഹവും ഒരിക്കലും മറക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരമനുസരിച്ച് മന്ത്രി വി ശിവൻകുട്ടിക്ക് ദേഹാസ്വാസ്യം സംഭവിച്ചിരിക്കുകയാണ്. സഭയിൽ വെച്ച് രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനമുണ്ടാവുകയായിരുന്നു. നിയമസഭയ്ക്കുള്ളിൽ വെച്ചാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ചോദ്യോത്തര വേളയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന് ഇത്തരമൊരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. പരിശോധനയ്ക്കായി മന്ത്രിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഈ നിയമസഭയ്ക്കകത്ത് കൃത്യമായ ചർച്ചകൾ നടക്കവെയാണ് ഈ ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം സഭയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചോദ്യോത്തര വേളയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി അദ്ദേഹം നൽകുകയായിരുന്നു. കൃത്യമായ മറുപടി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദേഹാസ്വാസ്യം വന്നത്. പെട്ടെന്ന് അദ്ദേഹം വയ്യാതെ ചെയറിൽ തന്നെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇതിനുശേഷം പെട്ടെന്ന് തന്നെ ആൾക്കാർ വെള്ളം കൊണ്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. ആംബുലൻസ് ചീറിപ്പാഞ്ഞെത്തുകയും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അല്പസമയം സഭ നിർത്തിവെച്ചതിനു ശേഷം പിന്നീട് വീണ്ടും സഭ പുനരാരംഭിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്കായി മന്ത്രിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഈ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സഭയ്ക്കകത്ത് വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും സംസാരിക്കുകയും സഭയിൽ വരികയും ഒക്കെ ചെയ്തിരുന്നു. ഈ നിയമസഭ തുടങ്ങിയ ദിവസം മുതൽ തന്നെ നിയമസഭയും അതിലെ ചർച്ചാ വിഷയങ്ങളും ഒക്കെ തന്നെ നിയമസഭയിലെ മന്ത്രിമാരുടെ ഓരോ നീക്കങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും മറ്റിടങ്ങളിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുകയായിരുന്നു. എന്നാലും ഇതിനിടയിലാണ് അദ്ദേഹത്തിന് ഇത്തരമൊരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം വന്നിരിക്കുന്നത്. ഉടനെ തന്നെ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിനു മുൻപും വി ശിവൻകുട്ടിക്ക് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യ പ്രശ്നമാണ്. അദ്ദേഹത്തിന്റെ കൈ എപ്പോഴും വിറച്ചുകൊണ്ടേയിരിക്കും. ഈ ഘട്ടത്തിൽ ഇതിനു മുമ്പ് സഭ ചേർന്ന സമയത്ത് പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനായി ഇറങ്ങുകയും പ്രതിഷേധിക്കാനായി അദ്ദേഹം സീറ്റിൽ നിന്ന് ഇറങ്ങി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, നിൽക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എത്രത്തോളം മോശമാണ് എന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. അതുകൊണ്ടുകൂടിയാകണം അദ്ദേഹത്തെ അവിടെ നിർത്തിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശുപത്രിയിൽ തന്നെയാണ് അദ്ദേഹം തുടരുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. രക്തസമ്മർദ്ദത്തിന്റെ വ്യത്യാസം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാകാറുണ്ട്. സഭയിലെ ചൂടേറിയ ചർച്ചകളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു രക്തസമ്മർദ്ദം അതിലൊരു വ്യത്യാസം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. കഴിഞ്ഞ ദിവസങ്ങളിലും അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലും പ്രതിപക്ഷം ഉന്നയിച്ച അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അനുസരിച്ച് കൃത്യമായി തന്നെ സഭ നിർത്തിവെച്ച് ചർച്ച നടത്തുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷം നടത്തിയ ഓരോ ആവശ്യങ്ങളും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെ പ്രതിപക്ഷത്തിൽ ശക്തരായ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ അടി ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷം വാങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത്. പ്രതിപക്ഷത്തിന് സഭയ്ക്കകത്ത് ഉത്തരം പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങൾ വഴിയും അതുപോലെ തന്നെ വാർത്താ സമ്മേളനം നടത്തിയാണ് അവർക്ക് പറയാനുള്ള കാര്യം പറഞ്ഞത്. മാത്രമല്ല ഈ ഘട്ടത്തിൽ ഈ ഒരു വേളയിൽ AK ആന്റണി അടക്കമുള്ളവർ കോൺഗ്രസിനെ സംരക്ഷിക്കാനായി എത്തുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുമുണ്ട്. എന്തായാലും സഭയ്ക്കകത്ത് ചൂടേറിയ ചർച്ചകൾ നടക്കുന്നു. മാത്രമല്ല ഈ ഒരു നിയമസഭ കാലയളവ് സമ്മേളനം എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ കൂടുതൽ ചർച്ചയാകരുത്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, ഒപ്പം അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം, ഇതെല്ലാം തന്നെ വലിയ ചർച്ചകളൊക്കെ തന്നെ ആയിരുന്നു. ഈ ഘട്ടം ആയതുകൊണ്ട് തന്നെ ആളുകളുടെ ശ്രദ്ധ നിയമസഭയിൽ ഉണ്ടായിരുന്നു. ആളുകൾ പൂർണ്ണമായും ശ്രദ്ധിച്ചത് സഭ തന്നെയാണ്. പക്ഷേ സഭ ശ്രദ്ധിക്കുമ്പോഴായിരുന്നു ഇത്തരമൊരു പ്രശ്നമൊക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വന്നത്. രാഹുൽ മാങ്കൂട്ടം തന്നെയായിരുന്നു സഭയിലെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം ആദ്യ ദിവസം വന്നിരുന്നു, പിന്നീടുള്ള 2 ദിവസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇനിയുള്ള ദിവസവും വരില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദ്യ ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങൾ വന്നില്ല എങ്കിൽ പോലും സ്പീക്കർക്ക് ലീവ് ലെറ്റർ നൽകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സ്പീക്കറോട് ലീവാണ് എന്ന് അറിയിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം അനുസ്മരണ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സഭയ്ക്കകത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. എന്നാൽ കുത്തിപ്പറയും അമ്പു വെച്ചുള്ള അഭിപ്രായങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ തന്നെ സഭയ്ക്കകത്തും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സഭയ്ക്ക് നേരെ അല്ലെങ്കിൽ
ഈ പ്രതിപക്ഷത്തിന് നേരെ ഭരണപക്ഷത്തിൽ ഈ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം പറഞ്ഞതിന് ചാടി വീണ് എഴുന്നേറ്റ് മന്ത്രി സജി ചെറിയാനൊക്കെ തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സജി ചെറിയാനും ഒക്കെ തന്നെ നോക്കുക. തൊട്ടടുത്തിരിക്കുന്ന ശിവൻകുട്ടി, അദ്ദേഹത്തിന് ദേഹാസ്വാസ്യം വന്നു, രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനമൊക്കെ ഉണ്ടായി. അത്തരത്തിൽ വയസ്സായി വരുന്നുണ്ട്, ആരുമൊന്നും മറക്കേണ്ടതില്ല. മന്ത്രിയാണ്, കാര്യം ശരിയാണ്. പക്ഷെ പൊട്ടിത്തെറിക്കുമ്പോഴൊക്കെ തന്നെ ഇക്കാര്യം കൂടി ആലോചിക്കുക. മാത്രമല്ല കൃത്യമായി തന്നെ മരുന്നെടുക്കുക എന്നൊക്കെ തന്നെയുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ കളിയാക്കലും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. എന്തായാലും വി ശിവൻകുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. What?